മധ്യവേനലവധിക്കാലത്ത് കേരളത്തിൽ നിന്നും സന്ദർശകർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ. നമ്മുടെ നാട്ടിൽ ചൂട് കൊടുമ്പിരിക്കൊള്ളുമ്പോൾ നല്ല തണുപ്പും കുളിരുമറിഞ്ഞ് സുഖകരമായി ദിവസങ്ങൾ ചെലവഴിക്കാം എന്നത് തന്നെയായിരിക്കും പലരെയും ആ സ്ഥലത്തേക്ക് യാത്ര പോകാൻ പ്രേരിപ്പിക്കുന്നത്. കാര്യങ്ങൾ എന്തുതന്നെയായാലും നിരവധി കാഴ്ചകൾ ഉറങ്ങുന്ന സമ്മോഹന ഭൂമിയാണ് കൊടൈക്കനാൽ. ആയിരത്തി 1992 പുറത്തിറങ്ങിയ കമലഹാസൻ ചിത്രമായ ഗുണയും അതിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനവും സംഗീതാസ്വാദകർ മറന്നുകാണാനിടയില്ല. ആ ഗാനവും സിനിമയുമൊക്കെ പാതിയിലേറെയും ചിത്രീകരിച്ചിരിക്കുന്നത് കൊടൈക്കനാലിലെ പ്രശസ്തമായ ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുഹയിലാണ്. സിനിമ പുറത്തിറങ്ങിയതിൽ പിന്നെ ഈ ഗുഹ അറിയപ്പെടുന്നത് ഗുണ ഗുഹ എന്നാണ്. 1821 ഇംഗ്ലീഷ് ഓഫീസർ ആയിരുന്ന BS വാർഡാണ് ഈ അതിപുരാതന ഗുഹ കണ്ടെത്തിയത്. സമുദ്രനിരപ്പിൽ നിന്നും 2230 മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ സ്ഥാനം. നിറയെ മരങ്ങളും പുല്ലുകളും നീണ്ട വേരുകളുമൊക്കെ കൊണ്ട് നിറഞ്ഞ ഈ ഭൂഭാഗത്തിന് സന്ദർശകരുടെ തിരക്ക് കാരണം സ്വാഭാവികത തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വിചിത്രമായ ഗുഹകൾ നമ്മുടെ നാട്ടിൽ വളരെ വിരളമെന്നാണ് പറയപ്പെടുന്നത്. ഗുഹയുടെ ഉൾഭാഗങ്ങളിൽ ഇരുട്ടു നിറഞ്ഞ അറകൾ നിരവധിയുണ്ട്. വവ്വാലുകൾ സ്ഥിരതാമസമാക്കിയ ഇവിടുത്തെ ഏറ്റവും അഗാധമായ ഭാഗത്തേക്ക് വീണ് 13ഓളം പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ഈ ഉള്ളറയുടെ ആഴം എത്രയെന്ന് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. പുരാണവുമായി ബന്ധപ്പെട്ട ഒരു കഥയും ഈ ഗുഹയ്ക്ക് പറയാനുണ്ട്. അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ ഇവിടെയും വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് ആ കഥ. ഗുഹയ്ക്കു സമീപത്തായി ഇപ്പോൾ ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. കൊടൈക്കനാലിന്റെ മനോഹരമായ കാലാവസ്ഥ ആസ്വദിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലത്താണ് ഈ വാച്ച് ടവർ. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നും 8.5 കിലോമീറ്റർ മാത്രമാണ് ഈ ഗുഹയിലേക്കുള്ള ദൂരം. ഏപ്രിൽ മുതൽ ജൂൺ വരെയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ഇവിടം സന്ദർശിക്കാൻ അനുയോജ്യമാണ്. ഒക്ടോബർ മുതൽ മഴയും തണുപ്പുമൊക്കെ കൂടുതലാവുന്നതുകൊണ്ട് അന്നേരങ്ങളിലെ സന്ദർശനം ഒഴിവാക്കുന്നതാണ് ഉചിതം.